ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഞാൻ ശുശ്രൂഷയിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നോട് ദൈവാത്മാവ് ഇടപെടുന്ന ദൈവിക ആലോചനകളെയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതായത് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം. അതിൽ നിക്കോദേമസ് എന്ന് പറയുന്നൊരു വ്യക്തി യേശുവിൻ്റെ അടുക്കൽ വരുന്നതും യേശു നിക്കോദേമസുമായി സംസാരിക്കുമ്പോഴേക്കും അവിടെ വീണ്ടും ജനനത്തെക്കുറിച്ചിട്ട് യേശു കർത്താവ് സംസാരിക്കുന്നുണ്ട്. ഇതിനു മുമ്പുള്ള ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഒരു വ്യക്തി വീണ്ടും ജനനം ഒരു വ്യക്തിയിൽ നടക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ദൈവിക പദ്ധതികളെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തിനകത്തുള്ള ദൈവിക പദ്ധതി എന്താണെന്നും മനുഷ്യരാശിക്ക് ക്രിസ്തു മുഖാന്തരം ദൈവം വെച്ചിരിക്കുന്ന വിടുതലുകൾ എത്ര വലുതാണെന്നും അതെങ്ങനെ ഓരോരുത്തർക്കും പ്രാപിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ വീണ്ടും ജനനവും ഒരു വ്യക്തിയിൽ നടക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ വീണ്ടും ജനനവും എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾക്ക് തിരുവെഴുത്ത് പ്രകാരം നമ്മളത് മനസ്സിലാക്കണം. അതിനായിട്ട് ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന വചന വെളിപ്പാടനുസരിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ശുശ്രൂഷ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലെത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ശുശ്രൂഷ മുടങ്ങാതെ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത് എല്ലാ ദിവസവും 6 മണിക്ക് യൂട്യൂബിലൂടെ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തണമെന്നുള്ളതാണ്. അതനുസരിച്ച് വീഡിയോകൾ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് അതിന് സഹായിക്കണം. അത് സംസാരിക്കേണ്ടതും ദൈവാത്മാവ് തന്നെയാണ്. യേശു പറയുന്നത് പോലെ, ഞാൻ സ്വയമായി സംസാരിക്കുന്നില്ല, പിതാവ് എന്നിലിരുന്ന് തൻ്റെ പ്രവൃത്തികളെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷ പോലും യേശു സ്വയമായിട്ട് അല്ല സംസാരിച്ചത്, പിതാവ് യേശുവിലിരുന്ന് തൻ്റെ പ്രവൃത്തികളെ ചെയ്തതാണ്. ഈ വചനപ്രകാരം എനിക്ക് ആ വെളിപ്പാടുള്ളത് കൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. പിതാവ് എന്നിലിരുന്ന് നിങ്ങളോട് സംസാരിക്കണം. അത് അനേകർക്ക് വിടുതലാകും. അനേകരുടെ നിത്യജീവന് വേണ്ടിയിട്ട് അനേകർക്ക് ഒരുങ്ങുവാൻ തക്കവണ്ണം അത് മുഖാന്തരമാകും. അപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്ന നമ്മൾ ഓരോരുത്തരും ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ഒരുക്കി വച്ചിരിക്കുന്ന നന്മകളും വിടുതലുകളും ഉയർച്ചകളും ആത്മീയ അധികാരങ്ങളുമെല്ലാം എന്തെന്ന് നമുക്ക് ഈ ശുശ്രൂഷയിലൂടെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ യഥാർത്ഥമായിട്ടുള്ള ഒരു ശുശ്രൂഷകൻ ആകുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ട യോഗ്യത എന്താണെന്നുള്ളതും ഈ വചന ശുശ്രൂഷയിലൂടെ നമുക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തി തരും. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും 6 മണിക്ക് യൂട്യൂബിലൂടെ മെസ്സേജ് വരുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ തന്നെ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. ഇന്നത്തെ ശുശ്രൂഷയ്ക്കായിട്ടൊരു വചനവാക്യം വായിച്ചിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഒരു വ്യവസ്ഥ നമുക്ക് ഈ വചനത്തിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. യേശു പറയുന്നതാണ്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഇതിൽ മൂന്ന് വ്യവസ്ഥകളുണ്ട്. നിങ്ങൾ എന്നിൽ വസിക്കണം. എന്നിൽ വസിക്കുക എന്ന് വെച്ചെന്നാൽ ക്രിസ്തുവിൽ വസിക്കണം. യേശു ആരാ? ക്രിസ്തുവാ. ഈ ഒരു വെളിപ്പാട് നമുക്കുണ്ടായിരിക്കണം. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ അപ്പോൾ ക്രിസ്തുവിൽ വസിക്കണം. ക്രിസ്തുവിൻ്റെ വചനം നമ്മളിൽ വസിക്കണം. എന്നാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിന്, അത് നിങ്ങൾക്ക് കിട്ടും. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും.
അപ്പോൾ നമ്മൾ എന്താ അപേക്ഷിക്കണം? നമ്മൾ ഇച്ഛിക്കുന്നത് എന്തും നമ്മൾ അപേക്ഷിച്ചാൽ നമുക്കത് കിട്ടും. ആരോട് അപേക്ഷിക്കണം? അവിടെയാണ് വിഷയം. നമ്മൾ പിതാവായ ദൈവത്തോടാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇതിൽ നിന്ന് 3 വെളിപ്പാടുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ. ഒന്ന്, നമ്മൾ ക്രിസ്തുവിൽ വസിക്കണം. മറ്റൊന്ന്, നമ്മൾ ക്രിസ്തുവിൻ്റെ വചനത്തിൽ വസിക്കണം. മറ്റൊന്ന്, നമ്മൾ ഇച്ഛിക്കേണ്ടത് ആരോടാ? പിതാവായ ദൈവത്തോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇതാണ് ദൈവിക വ്യവസ്ഥ, ദൈവരാജ്യത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ്. ഒന്ന്, നമ്മളെ വീണ്ടെടുത്ത് ക്രിസ്തുവിൽ നമ്മൾ വസിക്കണം, ക്രിസ്തുവിൻ്റെ വചനത്തിൽ വസിക്കണം, പിതാവായ ദൈവത്തോട് നമ്മൾ ചോദിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു വ്യവസ്ഥയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മളിന്ന് ഈ വചനചിന്തയിലൂടെ ഒന്ന് ചിന്തിക്കാം. ഇല്ല എങ്കിൽ നമ്മൾ ഈ വ്യവസ്ഥയിലേക്ക് വരണം. വന്നെങ്കിൽ മാത്രമേ നമ്മൾ ഇച്ഛിക്കുന്നത് എന്തും നമുക്ക് ലഭിക്കത്തുള്ളൂ. പലതും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ലഭിക്കാത്തതിൻ്റെ കാരണം, ഒന്ന്, നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നില്ല. ക്രിസ്തുവിൽ വസിക്കണമെങ്കിൽ യേശു ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട്, വീണ്ടെടുപ്പുകാരനാണെന്ന വെളിപ്പാട് നമുക്കുണ്ടായിരിക്കണം. മറ്റൊന്ന്, ക്രിസ്തുവിൻ്റെ വചനത്തിൽ വസിക്കണം. അതായത് ക്രിസ്തു പറയും പോലെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കണം. എന്നിട്ട് നമ്മൾ ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ പിതാവിനോട് ചോദിക്കണം. പിതാവിനോടാണ് ചോദിക്കേണ്ടത്, യേശുവിനോടല്ല. പിതാവിനോട് ചോദിച്ചെന്നാൽ നമുക്കതിൽ ലഭിക്കും. വചനം പറയുന്നത് എന്തെന്നാണ്? നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വചന ചിന്തയിലൂടെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം, നമ്മളെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഈ വചനം നമ്മുടെ കണ്ണാടിയാണ്, നമ്മുടെ ആത്മാവിൻ്റെ കണ്ണാടിയാണ്. ഈ ആത്മാവിൻ്റെ കണ്ണാടിയെ വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കുറവുകളെ, നമ്മൾ നികത്തപ്പെടേണ്ട, കറക്റ്റ് ചെയ്യപ്പെടേണ്ട മേഖലകളെ നമുക്ക് മനസ്സിലാകും. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സമർപ്പിക്കപ്പെട്ടാൽ പരിശുദ്ധാത്മാവ് നമ്മളതിനായിട്ട് സഹായിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് നമ്മളെ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. ക്രിസ്തു മുഖാന്തരം അതിനുവേണ്ട കൃപ നമ്മളുടെ മേൽ ദൈവം ചൊരിയും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ ചെറിയ ചിന്ത നമുക്ക് ദൈവസന്നിധിയിൽ കൂടുതൽ ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ അതിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവും രാവിലെ 6 മണിക്ക് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ വചന സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് പുത്തൻ ആത്മീയ അറിവുകളും പുത്തൻ ആത്മീയ ഉണർവുകളും പുത്തൻ വിടുതലുകളും ദൈവരാജ്യത്തിന് നമ്മൾ പ്രയോജനപ്പെടുവാനും എല്ലാം ഇടയായിത്തീരും. അതിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ വചന ശുശ്രൂഷക്കായിട്ട് കാത്തിരിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.